2012 മുതൽ എസ്എൻസി ലാവലിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അറ്റ്കിൻസ്. 2016 ശേഷം അത് പൂർണ്ണമായും എസ്എൻസി ലാവലിന്റേതായി. അറ്റ്കിൻസിന്റെ ഉടമസ്ഥർ എസ്എൻസി ലാവലിനാണെന്നതിനുള്ള രേഖകൾ കാണുക. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായി ബ്രിട്ടീഷ് സർക്കാർ വികസ്വര രാജ്യങ്ങളിൽ കൌൺസിലേറ്റുകൾ മുഖേന വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഈ പദ്ധതിയായിരുന്നു അറ്റ്കിൻസിന്റെ ആലുവയിലെ മാധ്യമം. സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യത്തിന് അടിസ്ഥാനമായി പരിസ്ഥിതി അപകടങ്ങളെ നേരിടാൻ സംയോജിത പരിഹാരം നിർദ്ദേശിക്കാമെന്നായിരുന്നു വ്യവസായ നഗരത്തിനുള്ള വാഗ്ദാനം. സേവനം സൗജന്യമായി നൽകാമെന്നേറ്റ അറ്റ്കിൻസ് പ്രൊജക്ട് റിപ്പോർട്ടും ആലുവ മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിച്ചു. ഇപ്പോൾ KMRLന്റെ സാമ്പത്തിക സഹായത്തോടെ നടക്കുന്ന സൗന്ദര്യവൽക്കരണമടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അറ്റ്കിൻസ് മുന്നോട്ട് വെച്ചത്. ആലുവയിൽ നടന്ന സൗന്ദര്യവൽക്കരണത്തിന്റെ പണം മുടക്കിയത് അറ്റ്കിൻസോ ലാവലിനോ അല്ല എന്നത് ഈ വിഷയത്തിന്റെ പ്രസക്തിയെ ലഘൂകരിക്കുന്നില്ല. കാരണം സൗന്ദര്യവൽക്കരണത്തിന്റെ ഗുണദോഷവശമല്ല ഈ വിഷയത്തിന്റെ കാതൽ എന്നത് തന്നെ. കേരളത്തിൽ കരിമ്പട്ടികയിൽപ്പെട്ട ഒരു സ്ഥാപനം വലവിരിക്കാൻ ശ്രമം വിപുലമാക്കിയിരിക്കുന്നു. ക്യാമറമാൻ സോജി ചാവനാളിനൊപ്പം ഡൽഹിയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. This is 24.